മുണ്ണക്കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണോ അതോ പൂച്ചാണ്ടി പിതാക്കന്മാരെ വേണോ? കഴിഞ്ഞ ദിവസം പരുമലയിൽ നിന്നും വത്സമ്മ എന്ന 74 വയസ്സുള്ള ഒരു അമ്മച്ചി എന്നെ വിളിക്കുകയുണ്ടായി. ITV ന്യൂസിൽ ഞങ്ങൾ നൽകുന്ന കളങ്കിതരായ കൂതാശത്തൊഴിലാളികളുടെ ചെയ്തികൾ കണ്ട് ആകെ ആശയക്കുഴപ്പത്തിലാണ് അമ്മച്ചി. പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല പോലും. പള്ളിയിൽ പോയില്ലെങ്കിൽ, പിതാക്കന്മാർ ഉണ്ടാക്കി വെച്ച ചവിട്ടുനാടകങ്ങൾ കണ്ടില്ലെങ്കിൽ സ്വർഗത്തിലെങ്ങനെ പോകും എന്ന വിഷമത്തിലാണ് അമ്മച്ചി. ഇന്നലെ CJM കോടതിയിൽ ഒരു കേസിൽ ജാമ്യമെടുക്കുവാൻ പോയിരുന്ന ഞാൻ പതിഞ്ഞ സ്വരത്തിൽ എന്നാൽ ആവും വിധം അമ്മച്ചിയോട് പറഞ്ഞത് കേൾക്കുക. അമ്മച്ചിയോട് നിങ്ങൾക്ക് പറയുവാനുള്ള മറുപടിയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇനി വത്സമ്മച്ചിയുടെ വാക്കുകളിലേക്ക്. സുനിൽ മാത്യു സാറല്ലേ? അതെ. ഞാന് ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പം മുതലേ പള്ളിയിൽ പോവുകയും സ്ഥിരമായി ഞായറാഴ്ച പള്ളി കുർബാന 10-20 വർഷത്തിലേറെയായി വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാന് ഈ വെള്ളക്കുപ്പായത്തിന്റെയും ചുവന്ന കുപ്പായത്തിന്റെയും ഒക്കെ കാര്യം കേട്ടത് ഞാനൊരു മാസം മുമ്പ് ഞാൻ എൻ്റെ ചേട്ടത്തിയുടെ മോള് മലപ്പുറത്ത് കോട്ടയ്ക്കലാരി വിദ്യാശാലയിൽ തിരുമിക്കാൻ പോയി. അപ്പോ അവൾ ബന്ധുക്കോസുകാരിയാ. അവളാകുന്ന എന്നെ ശ്രമിച്ചു, അവിടെ വിശ്വാസത്തിലേക്ക് പോകാനുള്ള ശ്രമം ഒക്കെ നടത്തി. ഒരിക്കലും ഞാൻ എൻ്റെ സഭ വിട്ടു പോകത്തില്ല. അപ്പോ അവൾ ഈ ITV ന്യൂസ് എല്ലാം എന്നെ കേൾപ്പിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. ഞാനിത് താങ്കൾക്ക് തെളിവ് സഹിതമാണ്, ഒരാൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല, തെളിവ് സഹിതമാണ് എല്ലാം കേൾപ്പിച്ചത്. ഇനിയിപ്പോ എൻ്റെ ഒരു ചോദ്യം, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ സഭ വിട്ടുപോയി. എൻ്റെ സഭ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എൻ്റെ സഭ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഈ കുഞ്ഞാടായിട്ടുള്ള ഞാന് ഈ എന്ത് ചെയ്യണമെന്നൊന്ന് ഞാൻ 1-2 ചിലരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, നമ്മളിനി എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? സഭ വിട്ടു പോകണോ? അതോ ദൈവത്തെ ആരാധിക്കണ്ടായോ? സ്തുതിക്കണ്ടായോ? ഈ പ്രാർത്ഥനകളൊക്കെ പിതാക്കന്മാരെ എഴുതി തന്ന പ്രാർത്ഥനകളെ. എനിക്ക് വയസ്സ് 74 എന്ത് ചെയ്യണമെന്നൊരു മാർഗവും കൂടെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. സ്ഥലം പരുമല. ഈ സഭകളെന്ന് പറയുന്നത് ഇത് ആര് സ്ഥാപിച്ചെന്നാ കരുതുന്നേ? കർത്താവ് ദൈവം തമ്പുരാൻ സ്ഥാപിച്ചത്. ദൈവം തമ്പുരാൻ ഓർത്തഡോക്സ് സഭയോ യാക്കോബ സഭയോ കത്തോലിക്ക സഭയോ ഈ മാർത്തോമ സഭയോ ഒന്നും സ്ഥാപിച്ചല്ലോ. കർത്താവ് സ്ഥാപിച്ച സഭ ഏതാ? ക്രിസ്തു സഭ, ക്രിസ്തുവിന്റെ വിശ്വാസികൾ. അതെ, ക്രിസ്തു ഏത് സഭയാ ഈ പറയുന്ന? ഏതെങ്കിലും സഭയല്ല. ക്രിസ്തു ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയിട്ടില്ല, ക്രിസ്തു സഭ ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മതം എന്ന് പറഞ്ഞ സ്നേഹവും ആയിരുന്നു അല്ലെ? സ്നേഹിക്കാനും തമ്മിൽ സ്നേഹിക്കാനും കരുതാനും ക്ഷമിക്കാനും പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു ടീച്ചറായിരുന്നു ഇത് ക്രിസ്തു. ആ വചനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ മാർഗം, അത് ഒരു ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു വന്നത് അല്ലേ? ക്രിസ്തുവിന്റെ ആ മാർഗം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു എത്രത്തോളം സ്നേഹിക്കാം, ജീവൻ കൊടുത്തും സ്നേഹിക്കുക, ജീവൻ കൊടുത്തും ക്ഷമിക്കുക. അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ക്രിസ്തുവിനെ ഈ സഭകളെന്ന് പറയുന്ന ഇവന്മാര് വിറ്റ് തിന്നാനുള്ള ഇവരുടെ കച്ചവട കേന്ദ്രം മാത്രമാണ് ഇന്ന് ഈ സഭകള്. ഓരോരുത്തരും ഓരോരോ പേര് കൊടുത്ത് ഓരോരോ വേഷവും കെട്ടി ഓരോരോ കോലവും കെട്ടി ഒരു ക്രിസ്തുവാന്ന് പറഞ്ഞാൽ ഇവന്മാർ തമ്മിൽ ഒരുമിച്ചിരിക്കുവോ? ഓർത്തഡോക്സുകാരും യാക്കോക്കാരനും ഒരുമിച്ചിരിക്കുവോ? കത്തോലിക്കനും മാർത്തോമക്കാരനും? എന്നാ ഇവനെല്ലാം ക്രിസ്തുവിനെയാ വിളിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനങ്ങളാ വായിക്കുന്നതെന്നും പറയും. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പറഞ്ഞു. ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിന്റെ മനസ്സാകുന്ന ആലയത്തിൽ, നിന്റെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചേ. ഭർത്താവ് ഒരു പള്ളിയിൽ പോകാനും ഒരു പാതിരെടുത്ത് പോകാനും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ഇതിനെ പരിശുദ്ധമായിട്ടും പവിത്രമായിട്ടും വെച്ച് നമ്മുടെ മനസ്സിനെ പവിത്രമായി സൂക്ഷിച്ച് അത് പരിശുദ്ധമായ ആലയമായാൽ അവിടെ ദൈവം വസിക്കും. ഇവന്മാര് ദൈവത്തെ കൊണ്ട് ഇവന്റെ പള്ളിയിലാ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടാ നമ്മൾ അങ്ങോട്ട് അല്ലാനാ പറയുന്നേ. അല്ല, അപ്പൊ അവൻ കൊണ്ടുവച്ചിരിക്കുന്ന നല്ല നമ്മൾ സമൂഹമായിട്ട് പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന. അല്ല, ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവന്മാർ ഈ മറ്റേ നാടകക്കാരന്മാരുടെ വേഷവും കെട്ടി നിന്ന് ഈ ചവിട്ടുനാടകം കളിക്കുക അല്ലായിരുന്നു കർത്താവ് ചെയ്തത്. കർത്താവ് ഒരു പങ്കുവെക്കലിന്റെ ഒരു ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അല്ലാതെ ഈ അപ്പം മുറുക്കി ഈ വീഞ്ഞിനകത്ത് മുക്കി ആൾക്കാർ തിന്നിട്ട് പോയി അടുത്ത ദിവസം ഷിറ്റാക്കി കളയാനല്ല കർത്താവ് പഠിപ്പിച്ചത്. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഈ നാടകവും ഈ ചവിട്ട് നാടകവും കോലാഹല കച്ചേരികളെല്ലാം ഈ പറയുന്ന മുണ്ണവിശ്വാസികളെ പറ്റിക്കാനും ഇവനെ ഈ നാമത്തിൽ പള്ളിയിൽ കൂടി വരുത്താനും അങ്ങനെ ഓരോരുത്തരുടെ നെറ്റിയിൽ ഓരോ ലേബലും കെട്ടി നീ അവൻ, നീ മറ്റവൻ, നീ മറിച്ചവൻ
നീ സുറിയാനി ക്രിസ്ത്യാനി, നീ മറ്റേ ക്രിസ്ത്യാനിയിലൊക്കെ ഇവന്മാര് ലേബലുണ്ടാക്കി നമ്മുടെ നെറ്റിയെ കെട്ടിത്തന്ന് നമ്മളിൽ ഒരു സ്യൂഡോ ബോധം വളർത്തി ഇവന്മാരുടെ അടിമകളായിട്ട് ചങ്ങല കെട്ടി നമ്മളെ കൊണ്ടുപോകും ഇവന്മാര്. ഇവന്മാരുടെ കൂതാശക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓരോരുത്തരുടെ ആവശ്യകത അനുസരിച്ച് മനോധർമ്മം അനുസരിച്ച് ഓരോന്നുണ്ടാക്കി നമ്മളെ അതിനകത്ത് അടിമകളാക്കി നമ്മൾ അത് ചുറ്റിപ്പറ്റി നടക്കുക. നമ്മൾ സഭാവിശ്വാസികളായി മാറി. ക്രിസ്തുവിന്റെ വിശ്വാസികളല്ല, ക്രിസ്തുവിന്റെ അനുയായികളല്ല. സഭകളുടെ അനുയായികളും ഈ കുപ്പായ വേഷധാരിക്കാരന്മാരുടെ അടിമകളുമായി നമ്മൾ മാറി, ഇല്ലേ? അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അവര് ആരാധനയിൽ പങ്കെടുക്കുന്നു. അവൻ ചെയ്തതിന്റെ പാപം അവൻ എന്തിന് അനുഭവിച്ചോളും. ക്രിസ്തുവിന്റെ മധ്യത്തില് ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ? നമ്മുടെ ഇടയിൽ ഈ കോലക്കേട്, ഈ വേഷം കെട്ടിയവന്മാരുടെ ആവശ്യം എന്തിന്? നമ്മുടെ പിന്നെ നമ്മൾ എന്ത് അപ്പനോട്, ചെയ്യും? നമ്മുടെ നമ്മുടെ സഭയും നമ്മുടെ ക്രിസ്തീയ സഭയെ നശിച്ചു പോകത്തില്ലേ? ഈ നമ്മൾ സഭ, ഹിന്ദു രാജ്യം ആവത്തില്ലേ? അതൊക്കെ നമ്മളെ യുവമാര് പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ? ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? യുവമാരെല്ലാം യെരുശലേമിൽ നിന്ന് വന്നവന്മാരാണോ? അല്ല, ഇതെല്ലാം ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളായ. ഇവിടെ നമ്മുടെ ഒരു 2 അല്ല 3 തലമുറയെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ അപ്പുറത്തുള്ളവരാരായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. ആയിരുന്നു. അന്നേരം നമ്മളാരും മറ്റേ യെരുശലേമിലൊന്നും വന്നല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ക്രിസ്തു ആരെയും ക്രിസ്ത്യാനികളുടെ ഒരു രാജ്യമാക്കാനോ ക്രിസ്ത്യാനികളുടെ സാമ്രാജ്യമാക്കാനോ മാമോദിസ മുക്കാനോ അല്ല ക്രിസ്തു വന്നത്. ക്രിസ്തുവിന്റെ മതം എന്ന് പറയുന്നത് സ്നേഹവും ആയിരുന്നു, ക്ഷമയായിരുന്നു, ദീർഘക്ഷമയായിരുന്നു. അന്നേരം ക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ആശയങ്ങളുമായിട്ടൊന്നും ഇതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഈ വൃത്തികെട്ടവന്മാര്, ഇവന്മാര് ഉപദേശകന്മാര്, അന്നും കർത്താവിനെ ക്രൂശിലേറ്റത് ഈ പരീശന്മാരും ഇവന്മാരുമായിരുന്നു. അന്നേരം ക്രിസ്തു പള്ളിയിൽ ഒരു പ്രാവശ്യം കൊള്ളായിട്ട് ക്രിസ്തു പോയി അന്ന് ചാട്ടവാറെടുത്തു ഇവന്മാര് ഓടിക്കുകയായിരുന്നു. ക്രിസ്തു ബൈബിളില് നീ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പൗരോഹിത്യവർഗത്തെ മാത്രമാണ്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ, ഇത്രയും മ്ലേച്ഛമായ പദങ്ങൾ ക്രിസ്തു പോലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവന്മാരെ കുറിച്ചേ ഉള്ളൂ. അന്നേരം അവര് ക്രിസ്തുവിനെ എന്താ പറഞ്ഞ അവരുടെ കച്ചവടത്തിന് തടസ്സമായ ക്രിസ്തുവിനെ അവന്മാർ ഇല്ലായ്മ ചെയ്തു, ക്രൂശിൽ തറച്ചു. ആ ക്രൂശിൽ തറച്ച ക്രിസ്തുവിനെ തന്നെ ഇവന്മാര് കച്ചവടച്ചരക്കാക്കി ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നു, അതിന്റെ പിന്തലർമാക്കാരായിട്ടുള്ളവന്മാർ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ക്രിസ്തുവിനെ വിളിക്കാൻ, നമുക്ക് ദൈവത്തെ വിളിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ ക്രിസ്തു പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാലയത്തിൽ പോയിരുന്ന് ഇവന്മാരുടെ ചവിട്ടുനാടകവും കോലാഹലക്കര കച്ചേരിയും കണ്ട് അവിടെ ഇതാകുക എന്നുള്ളതല്ല. നമ്മൾ ആ ആശയങ്ങൾ ക്രിസ്തു കാണിച്ചു തന്ന ജീവിതമാർഗം പിന്തുടർന്ന് നമ്മൾ ഒരു നല്ല ശമരിയക്കാരനായി ജീവിക്കുക. സൺഡേ സ്കൂളിലും ഈ വേദപഠന ക്ലാസ്സുകളിലും പള്ളിയിലും അവരുടെ പ്രസംഗമൊക്കെ കേട്ടില്ലേ നാം ഇതൊക്കെ പഠിച്ചത്? അല്ല, നമ്മളെ സഭയുടെ ഇതാക്കി അത് അവരുടേതായ രീതികളിലാക്കി നമ്മൾ അതിന്റെ അത് വളരെ കൃത്യമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി നമ്മളെ പഠിപ്പിച്ച ആ സഭയുടെ ഭാഗമാക്കാൻ വേണ്ടിയായിരുന്നു. അതല്ലാതെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആ ദൈവവചനങ്ങളെ അതേപടി നമ്മളെ ഇവന്മാർ പഠിപ്പിക്കുന്നുണ്ടോ? പള്ളിയിൽ 90% ഇവരുടെ കൂതാശക്രമങ്ങളാ. ബൈബിൾ ഇവിടെ വായിക്കുന്നുണ്ട്. ബൈബിളിൽ അവർക്ക് വേണ്ടുന്ന, അവർക്ക് എടുത്ത് വീശേണ്ട സാധനം മാത്രം എടുത്ത് ഓരോ ദിവസവും അവര് വായിക്കുന്നു. നമുക്ക് ബൈബിൾ വായിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഇവരുടെ ആരുടെയും ആവശ്യമില്ല. ഇവരില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് വെറുതെ നമ്മളിൽ ഈ പറയുന്ന പോലെ ഇന്ന വിഭാഗക്കാരനാ, നീ ഇന്നവനാന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ചുറ്റും ഈ മറ്റേ കാള ചക്ക് വലിക്കുന്ന പോലെ അതിന്റെ വട്ടം കറങ്ങുക, ഇവരുടെ പുറകെ കിടന്ന് കറങ്ങുക. ഇത്രയും കാലമായിട്ട് ഇവർക്ക് എന്ത് നന്മ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവർ ഇത്രത്തോളം സഭകളുണ്ടായി, ഇത്രത്തോളം കൂട്ടായ്മകൾ നടത്തി, ഇത്രത്തോളം സംഭവം നടത്തിയിട്ടും ക്രൈസ്തവരുടെ എണ്ണം കുറയുവാണോ കൂടുകയാണോ ചെയ്യുന്നത്? എവിടെ കൂടിയിട്ടുണ്ട്? ഒന്നുമില്ല. നാൾക്ക് നാൾ താഴോട്ട് പോയി ആളുകളുടെ ദൈവവിശ്വാസം തന്നെ ഇവന്മാര് നശിപ്പിച്ചു കളയുക. കാരണം ഈ പൗരോഹിത്യവർഗമാണ് ഇന്ന് മനുഷ്യരുടെ ഉള്ളിലുള്ള ദൈവവിശ്വാസം തന്നെ ഇവന്മാർ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ പറയുന്ന നമുക്കെന്നും രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിച്ചില്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഹാബിറ്റ്സ് ശീലമായി, ഇൻസ്റ്റിങ്ക്റ്റായി മാറും. അതുപോലെ ഏത് ശീലവും അതുപോലെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുന്നു, ചായ കുടിക്കുന്നു, അല്ലെ രാവിലെ നമ്മൾ നടക്കാൻ പോകുന്നു. ഈ ഹാബിറ്റ് ഒരു ഇൻസ്റ്റിങ്ക്റ്റായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. അതുപോലെ ചെറുപ്പക്കാലം മുതലേ നമ്മളെ മാമോദിസ മുക്കി സൺഡേ സ്കൂളിൽ വിട്ട് ഇതിലൂടെ എല്ലാം നമ്മളെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ സർട്ടൻ ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇൻസ്റ്റിങ്ക്റ്റായി മാറും, നമ്മുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫായി മാറും. അങ്ങനെ ഈ ദൈവവിചാരം ഉള്ളിലുള്ളത് കൊണ്ടല്ലയോ അത് തെറ്റ ഇത് തെറ്റ നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ദൈവവിചാരം വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, നമ്മുടെ ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതിനൊന്നും എതിരല്ല. ഇവരുടെ ഈ കള്ളക്കൂട്ടങ്ങളുടെ ആവശ്യം എന്ത്? ഈ ഇടയ്ക്ക് നിൽക്കുന്ന കച്ചവടക്കാരന്മാരുടെ ആവശ്യം എന്ത്? പള്ളി പോകാതെ എങ്ങനെ ഇരിക്കുന്നു? അതാണ് പറഞ്ഞത്. വലിയൊരു സങ്കടമാണ് അത്.
എന്റെ സഭ നശിച്ചു പോവും. അല്ല അതാ പറഞ്ഞ എന്റെ പിതാക്കന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സഭയാ. അത് അത് സഭ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മച്ചിക്ക് സഭയെ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി തരുന്നേ? സഭയെ കൊണ്ട് ഒരു 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 ദൈവവിചാരം ഉള്ളിൽ വന്ന് ദൈവത്തോടുള്ള ഒരു ആരാധനയും പ്രാർത്ഥനയും. അതങ്ങനെ ഒരു അവസ്ഥ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കി തന്നല്ലേ. നമ്മൾ അങ്ങോട്ട് ഈ പള്ളി അമ്മച്ചിയുടെ ഒക്കെ പള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അമ്മച്ചിയുടെ പിതാക്കന്മാരും ഒക്കെ കൊടുത്തിട്ടില്ലേ? നിങ്ങളല്ലേ പള്ളി ഉണ്ടാക്കിയത്? എല്ലാരും കൂടെ ചെയ്താ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നല്ലേ? നിങ്ങൾ വിശ്വാസികളല്ലേ ചെയ്തത്? അതെ. ദൈവം ഇവന്മാരും ഇറക്കി കൊണ്ടുവന്നാണോ? അല്ല. നിങ്ങൾ പിടിയേരി പിരിച്ചും മുട്ട വിറ്റും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടും നിങ്ങൾ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് സ്ഥലം മേടിച്ചു പള്ളി മേടിച്ചു അല്ലേ? ഈ പള്ളിയിലെ വികാരിക്ക് ശമ്പളം ആരാ കൊടുക്കുന്നേ? നിങ്ങള് വിശ്വാസികൾ കൊടുക്കുന്നു. അവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന ആരാ? വെള്ളത്തിന്റെ കാര്യം അടയ്ക്കുന്ന ആരാ? അച്ഛന് താമസിക്കാനുള്ള പാഴ്സനേജ് ഉണ്ടാക്കി കൊടുത്താരാ? നമ്മള് തന്നെ. അച്ഛനുള്ള ഇലക്ട്രിസിറ്റി ചാർജും പത്രത്തിനുള്ള പൈസയും ടെലിഫോൺ ബില്ലും ട്രാവലിംഗ് കൊടുക്കാര്? വേലയ്ക്ക് കൂലി കൊടുക്കണ്ടേ? വേലയ്ക്ക് കൂലി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കൂലിക്കാരായിട്ട് നമ്മള് കൂലി കൊടുത്തല്ലേ ഇവരെ വളർത്തുന്നേ. അതും പോരാഞ്ഞിട്ട് ഭദ്രാസനത്തിലോട്ട് കപ്പം കൊടുക്കുന്നു. ഭദ്രാസന വിഹിതം കാതോലിക്ക് വിഹിതമായിട്ട് കാതോലിക്ക ദിനത്തിൽ കൊടുക്കുന്നു. അമ്മച്ചിയെ മാമോദിസ മുഖ്യനോ കുഞ്ഞുങ്ങളെ മാമോദിസ മുഖ്യനോ അങ്ങോട്ട് പൈസ കൊടുക്കണം. കല്യാണം കഴിപ്പിക്കണ പൈസ കൊടുക്കണം. മരിച്ച് അടക്കി അവിടെ കൊണ്ട് കുഴിച്ചിടണമെങ്കിൽ കൊടുക്കണം പൈസ. ഓർമ്മ കുർബാനയ്ക്ക് ഓർമ്മ കുർബാനയ്ക്ക് പൈസ കൊടുക്കണം. ആണ്ട് കുർബാനയ്ക്ക് പൈസ കൊടുക്കണം. അങ്ങോട്ടെല്ലാം കൊടുത്തിട്ട് കർത്താവ് എവിടെങ്കിലും പ്രാർത്ഥനയ്ക്കോ ഭർത്താവിന്റെ ശിഷ്യന്മാർക്ക് പൈസ കൊടുത്തതായിട്ടോ കർത്താവിന്റെ ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ? ദൈവപുത്രനാ, ദൈവമാ. അന്നേരം കർത്താവിന്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള യുവന്മാർക്ക് അവര് പോലും പത്രാസു പോയി അവര് ഓരോ പണിക്ക് പോയിട്ട് അവർ ജീവിച്ചത്. യുവന്മാർക്ക് മേലെടുത്ത് പണിയതാൽ എന്താ കുഴപ്പം? അവന്റെ കൂതാശ നടക്കത്തില്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തർ പ്രാപ്തി അനുസരിച്ചിട്ട് അവന് വല്ലോ അധ്യാപകർക്കാണെങ്കിൽ അധ്യാപക വൃത്തി ചെയ്യാം, ഡോക്ടറാണെങ്കിൽ ഡോക്ടറാകാം, അതല്ല കൂതാലി എടുത്ത് കിളയ്ക്കാൻ പോകാനാണെങ്കിൽ അത് ചെയ്യാം. ഇതൊക്കെ ഇവർക്ക് ചെയ്തുകൂടെ? എന്നിട്ട് ഞായറാഴ്ച കൂതാശപ്പണിക്ക് ഇറങ്ങിയാൽ പോരെ? നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനല്ലേ കർത്താവ് പറഞ്ഞേ? കൂതാശ നടത്തി നീ ജീവിച്ചോളാൻ ഏതെങ്കിലും ശിഷ്യന്മാരോട് പറഞ്ഞോ കർത്താവ്? അമ്മച്ചി പറ. ഇല്ല, അന്നത്തെ കാലഘട്ടം ഇല്ല, ഇന്നത്തെ കാലം. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ അവര് ടെന്റ് പണിയെടുത്തും മീൻ പിടിക്കാൻ വരെ പോയി സകല കഷ്ടപ്പെട്ടല്ലേ അവര് ജീവിച്ചേ. ഇന്ന് ഇവർക്ക് പ്രാപ്തി അനുസരിച്ചിട്ട് അവന് വെളിച്ചമുള്ളവനാണ് എന്ത് പണിയും ചെയ്യാമല്ലോ. അവന് ഞായറാഴ്ച ഒരു ദിവസം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഈ കൂതാശപ്പണി ചെയ്താൽ പോരെ? ഇന്ന് ഇതുപോലെ കുടുംബം നശിപ്പിക്കല്, കുത്തിത്തിരിപ്പുണ്ടാക്കല്. അതൊന്നും അങ്ങനൊന്നും എല്ലാവരുടെ അടുത്ത് ഇവരുടെ വെള്ളച്ചിൽ നിന്ന് അവർക്ക് ആളും തരം അറിയാം. ഒരിടവകയിൽ ഒരു പഴിച്ച ഒരു 4-5 എണ്ണം കാണുമായിരിക്കും. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നാലും അവസരം കിട്ടുന്നിടത്ത് ഇവന്മാര് പോവോ? അത് അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ അടുത്തേ ഉള്ളൂ. അതാ പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് പോവോ? പിന്നെ ഇവൻ എന്ത് എന്നിട്ട് ഈ പണി ചെയ്ത് അതെ ദൈവം അവര് വേർതിരിക്കപ്പെട്ടവരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആര് വേർതിരിക്കപ്പെട്ടു? ഇവന്റെ വീട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് വേറെ പണി കിട്ടാഞ്ഞിട്ട് സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് നടന്നവന്മാരെ പിടിച്ചങ്ങോട്ട് വിടുന്നു. അവസാനം അവൻ നൈറ്റ് ഇട്ട് കഴിയുമ്പോ അവൻ വലിയ പുള്ളിയാകുന്നു ഇല്ലേ? ഏത് ദൈവമാരെ വിളിച്ചേക്കുന്നത്? എന്ത് ദൈവവിളിയാ? ഇതാണ് ദൈവവിളി. ദൈവവിളിയുള്ളവന്മാർ ഈ പണിക്ക് പോവോ? ഇങ്ങനെയുള്ള പണി നടത്തുവോ? അപ്പൊ നമ്മൾ വിശ്വാസികൾ ഈ ഒരു ക്രിസ്തീയ കൂട്ടം എന്ത് ചെയ്യണം? പള്ളി പോകാതെ വീട്ടിലിരിക്കുന്നാൽ പിന്നെ വിശ്വാസികൾ ക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിന്റെ വചനങ്ങൾ വായിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ പള്ളി പോകാൻ കർത്താവ് എവിടെ പറഞ്ഞേക്കുന്നത്? അമ്മച്ചി പറ. സഭ നശിച്ചു പോകത്തില്ലേ? ഇത് നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് വന്നത്. കർത്താവ് വന്ന് ചാട്ടോടെടുത്ത് ഇവനൊക്കെ അടിച്ചറച്ച് ഓടിച്ചതല്ലേ? നീയൊക്കെ എന്റെ പിതാവിന്റെ ആലയം കച്ചവട കേന്ദ്രമാക്കി എന്ന് പറഞ്ഞ് ഇവനൊക്കെ അടിച്ചോടിച്ച ക്രിസ്തുവിനെ ഇവന്മാര് കുരിശിൽ കയറ്റി കൊന്നില്ലേ? എന്നിട്ടും പിന്നെ ഈ കർത്താവിന് വേണ്ടാത്ത പള്ളി നിങ്ങൾക്കെന്തിനാ? നമുക്കെന്തിനാ? കർത്താവിന് വേണ്ടാത്ത, കർത്താവ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദേവാലയം യെരുശലേമിൽ പോയി നോക്ക്. ഒരു അച്ചടക്കം ഒക്കെ ഉള്ളത് ഈ ഇങ്ങനൊരു വിശ്വാസം തെറ്റ് ചെയ്ത പാപമാണ്, ഒരു ദൈവഭയം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്. അല്ല ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാരും നേരം മോശമാണോ? അവര് ഓരോ ഇതിനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മള് അതാ പറയാ, ദൈവവിശ്വാസം വേണം. ക്രിസ്തുവിൽ വിശ്വസിക്കാം, ക്രിസ്തുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാം. ഈ കള്ളക്കൂട്ടങ്ങൾക്കും ക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവന്മാർക്കും ക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്താ? പറ. ക്രിസ്തുവിനെ വിറ്റ് തിന്നു നടക്കുന്ന ഇവന്മാര്
ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഉള്ള, അല്ലെങ്കിൽ ഇവന്മാർ അതിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിലും വേണ്ടത്തില്ല, ഒരു മോഡലായിട്ടൊരു ജീവിതം ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് അത്തരത്തിൽ ജീവിക്കാൻ ഒരു മാതൃകാ ജീവിതം ഇവന്മാർ കാണിച്ചു തന്നാൽ ഓക്കെ, അങ്ങനെയെങ്കിലും നമുക്ക് വിചാരിക്കാം. അങ്ങനെ ജീവിക്കുന്ന ഒറ്റ ഒരുത്തനെ അമ്മച്ചിക്ക് കാണിച്ചു തരാമോ? ക്രിസ്തു ജീവിച്ച, ക്രിസ്തുവിന്റെ മാർഗം പിൻപറ്റുന്ന, ഒരിക്കലും ക്രിസ്തുവിനെ പോലെ ഒരുത്തൻ പോലും ഇല്ല. അവനോട് അന്ന് അവന് വല്ല ടാറ് പണിക്കും പോകുന്നതല്ലേ അവനക്ക് നല്ലത്? എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഈ അളിഞ്ഞ ലോഹയിട്ട് എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത്? വിശ്വാസികളല്ലേ ചിന്തിക്കേണ്ടത്? അല്ല പള്ളി എന്ത് പോവാതിരിക്കാൻ എങ്ങനെയാ പറ്റുന്നേ? അല്ല പള്ളി അല്ല ഞായറാഴ്ച പ്രാർത്ഥിക്കണം. അതാ പറഞ്ഞത് സന്ധ്യ നമസ്കാരം ഉണ്ട് ഇന്ന് വൈകിട്ട്, അമ്മച്ചി. നാളെ രാവിലെ. അമ്മച്ചി അത് ഞാൻ ശീലം. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും 6 മണിയാകുമ്പോ ഞാനിപ്പം ഷാപ്പിൽ പോവുക. ഉം. ഞാനിപ്പോ ഒരു 40 കൊല്ലം കൃത്യമായിട്ടും ഷാപ്പിൽ ഇങ്ങനെ മുടങ്ങാതെ പൊക്കോണ്ടിരുന്നില്ലെങ്കിൽ അടുത്ത ദിവസം പോയില്ലേ എന്റെ കൈ വിറയ്ക്കും. അത് വേറെ, അത് വേറെ. അതുപോലെയുള്ള ഇത് അവിടെ ക്രിസ്തു എവിടെ നിന്നാ ഇങ്ങനത്തെ ചവിട്ടുനാടകം ഇവര് ചവിട്ടുനാടകം ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഭക്തിയാ. എവിടെ നമ്മൾ ആരാധിക്കുക ദൈവത്തെ, നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം നമ്മൾ ദൈവവിചാരമാ. സങ്കടത്തോടും നമ്മുടെ അപേക്ഷയും നമ്മൾ വേറൊരു ഇതായി തീരുക. ഒരു കാര്യം ഉറപ്പോ, ഒന്ന് അമ്മച്ചി തോന്നുന്നുണ്ടോ ഈ ക്രിസ്തു ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി ഇവിടുത്തെ ഇങ്ങനെ കൂതാശ ഇവന്മാര് നടത്തുന്ന കൂതാശം കണ്ട് കാലുവാട്ടി ഇരിക്കുവാണോ കർത്താവോടെ? നിന്റെ ഒന്നും ഈ അളിഞ്ഞ യാഗമല്ല, ത്യാഗം ഇത്രേ വേണ്ടതെന്നാ കർത്താവ് പഠിപ്പിച്ച്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്ത, സ്വന്തം അപ്പനും അമ്മയ്ക്കും ഒരിറ്റ് വെള്ളം കൊടുക്കാത്ത, അല്ലെങ്കിൽ സഹജീവികളോട് കരുണ കാണിക്കാത്ത ഇവൻ ഇങ്ങനെ ഈ മറ്റേ അളിഞ്ഞ ഡ്രസ്സ് വിട്ട് നിന്ന് ചവിട്ടുനാടകം നടത്തുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ ഒരു 1.5 മണിക്കൂർ വന്ന് നിന്ന് ഇവൻ ചവിട്ടുനാടകം കളിക്കുകയും ഇതുപോലെ തന്നെ സകല അലമ്പവും അലതാരിത്തരവും കാണിച്ചിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി ഇവന്റെ ചവിട്ടുനാടകം നിന്ന് കുരിശു വരച്ചിട്ട് പോയാൽ അവന് ദൈവാനുഗ്രഹം കിട്ടുമോ? എനിക്കൊന്നും അറിയത്തില്ല. അതിനൊക്കെ ക്രിസ്തു പഠിപ്പിച്ചതുപോലെയാണ്. എന്തിനാ? നിന്റെ മനസ്സാകുന്ന ആലയത്തിൽ, നിന്റെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ, നമ്മുടെ പിതാവിനോട് സംസാരിക്കാൻ ഇവന്മാരുടെ ഈ ചവിട്ടുനാരകവും ഈ കോലാഹലക്കച്ചേരിയും ഈ അളിഞ്ഞ പരിപാടികളും എന്തിന്? നമ്മൾ രഹസ്യത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് എവിടെങ്കിലും പാട്ടുകുർബാന നടത്തിയിട്ടാണോ പിതാവിനോട് പ്രാർത്ഥിച്ചത്? കർത്താവ് ഏതെങ്കിലും ഒഴിഞ്ഞ മലയിലോ ഏതെങ്കിലും ശൂന്യമായ വിജനമായ സ്ഥലങ്ങളിൽ പോയി രഹസ്യമായിട്ടാണ് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചത്, ഇല്ലേ? അതെ. ഇവരുടെ ഈ പഠിപ്പീരും ഈ സഭയുടെ ഈ ചട്ടക്കൂട്ടും ഒക്കെ ഉള്ള ഓരോ സഭയുടെയും ചട്ടക്കൂട്ടും ഒക്കെ ഉണ്ടായിട്ടില്ലയോ? പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ദൈവ വിശ്വാസവും പ്രാർത്ഥനയും 7 നേരം പ്രാർത്ഥിക്കണം. ഞാൻ 4 നേരം പ്രാർത്ഥിക്കും. ഈ ചട്ടക്കൂടും ഇതും എല്ലാം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? നമുക്ക് വേണ്ടിയാണോ? ചട്ടക്കൂട് ഇതൊക്കെ ഉണ്ടാക്കിയ നമുക്ക് വേണ്ടിയല്ലയോ? അല്ല, അവന്മാർക്ക് വേണ്ടി. ഈ ചട്ടക്കൂടും ഈ വളയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവന്മാർക്ക് ചാടാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോ എന്ത് തോന്നുന്നു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു എന്റെ പള്ളി വിട്ടും എന്റെ ആരാധന വിട്ടും ജീവിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഏതായാലും ഇത്ര വർഷം കൂടെ ഉള്ളൂ. എന്റെ മക്കളും ദൈവവിചാരത്തിൽ, ദൈവാശ്രയത്തിൽ, ദൈവകൃപയിൽ ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇവരെന്തെങ്കിലും ആയിപ്പോട്ടെ, ദൈവം അവർക്ക് തക്കതും അതിന്റെ അധികവും പ്രതിഫലം. തീയാണത്, ഇവർക്ക് തീയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൈ പൊള്ളട്ടെ. ക്രിസ്തു നമുക്ക് ബോധം തരുവാൻ ഇതാ ദൈവപുത്രൻ തന്നെ അയച്ചു. ആ അയച്ച പുത്രനെ എല്ലാവരോടും അടിച്ച് ക്രൂശി കയറ്റി. ഇതിന്നേലും നമ്മൾ പഠിക്കണ്ടേ ഈ പൗരോഹിത്യവർഗത്തെ? നാം എന്താണെന്ന് നാം അവനവനെ തന്നെ ശോധന ചെയ്യണം. അല്ല, അമ്മ തോന്നുന്നുണ്ടോ ഇത് ഈ ഇവന്മാരി നടത്തുന്നതാണ് ശരിയായ ഒരു ദൈവ ഇതെന്ന് തോന്നുന്നുണ്ടോ? അവര് ദാസന്മാരെഴുതിയ ഇതിൽ അവര് പിന്നെ ആരാധന നടത്തുന്നു, ആ കാര്യങ്ങളും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. സഭാവിശ്വാസികൾ ചിലര് റോഡിലോട്ട് നോക്കി നിൽക്കുന്നു, ചിലര് ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കി നിൽക്കുന്നു, പുറത്ത് നോക്കുന്നു. കുറച്ചു പേര്, 10 പേരല്ലെ 20 പേര് പിന്നെ ആ ആരാധനയിൽ മനസ്സും പിന്നെ ശരീരവും എല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ച് ആരാധനയോടെ നിൽക്കുന്നു. ആ 10 പേര് ഇല്ലയോ? ഞാൻ ചോദിക്കുന്നതാണ്, അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ദൈവം ഇത് നോക്കിയിരിക്കുവാണോ? കർത്താവ് ഹ്യൂമന്റെ ഈ പരിപാടിയും കേട്ട് കർത്താവ് മേളിൽ നോക്കിയിരിക്കുവാണോ? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമല്ലേ? ഹൃദയത്തെ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പാട്ടും ഈ പരിപാടിയും കർത്താവിനെ ഇങ്ങനെ സുഖിപ്പിച്ച കർത്താവിനെ സുഖിക്കുന്ന ആളാണോ? മനുഷ്യനൊരു ഉപകാരം ചെയ്യുക, അതിനെ കർത്താവിനെ മണിയടിക്കേണ്ട അതിന്റെ ആവശ്യം തരുന്നത്. കർത്താവ് കൊടുക്കേണ്ട വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, ഭക്ഷണമില്ലാത്തവന് ഭാഗമാണ്. ഈ സ്തുതിപ്പിന്റെ സ്തോത്രത്തിന്റെയും ഭാഗമാണ് പരസ്പരം സ്നേഹിക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മളൊരു ക്രിസ്ത്യാനി ആയിട്ടാണ്
ഒത്തിരിയും അതിന്റെ ദൈവവിചാരവും ദൈവഭയവും ഒക്കെ ഉള്ളിലുള്ള ദൈവഭയം. അങ്ങനെ ചെയ്താൽ തെറ്റെന്നാണ്ട് ഉള്ളിലിരുന്ന് പറയാതെ തെറ്റാ, പാപമാ. ഒന്ന് പറയാ. എന്തോ അതായത് ഇന്നത്തെ ഈ പൗരോഹിത്യ വർഗത്തിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ശരിക്കും അമ്മച്ചി തന്നെ പറ, വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിച്ചോ പോയോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദേഷ്യവും അറപ്പും ഒക്കെ തോന്നി. എനിക്കിപ്പോ ഇവന്മാരുടെ ദൈവമേ ക്ഷമിക്കണേ, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കുന്ന ഇഷ്ടമല്ല. ഇന്നലെ ഒരു അടക്കത്തിന് പോയി റീത്ത് കൊണ്ടുവച്ചു. പക്ഷെ ഈ കുറെ എണ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ആ മുഖത്ത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭക്തി അങ്ങ് പോയി. ഇവരോടുള്ള ആ സ്നേഹവും മറ്റേ എന്റെ സഭ, എന്റെ പിതാക്കന്മാര്, എന്റെ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇവരുടെ മുഖത്ത് നോക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ, അത് അങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞു തുടങ്ങി നടത്തിയതാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.